ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോൺസായി ചെടിയാണ്. നമ്മുടെ 10 മണി കൊണ്ട് എങ്ങനെയാണ് ബോൺസായി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബോൺസായി മരങ്ങൾ ഉണ്ടാക്കൽ ഒരു കല തന്നെയാണ്. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം കൂടിയാണ്. നമ്മൾ വലിയ മരങ്ങളെ അതിൻ്റേതായിട്ടുള്ള അതേ ഷേപ്പും നിലനിർത്തിക്കൊണ്ട് ചെറിയ മരങ്ങളാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നല്ല രീതിയിലുള്ള പ്രൂണിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ അതിനെ അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ഈ ഒരു ബോൺസായി ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത്, പക്ഷേ ഇതിന് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളെയും കാണിക്കാമെന്ന് കരുതിയത്. ഇതിന് നമുക്ക് 10 മണി ചെടിയാണ് ഉപയോഗിക്കുന്നത്. 10 മണി ചെടിയുടെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട് വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇത് 3 ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു 10 മണി ചെടിയെ നമ്മൾ 3 ലെയറാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ 3 ലെയറാക്കുമ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് അടർത്തി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. എന്നാലും അതെല്ലാം മിക്സഡ് ആയിട്ട് കിടക്കുന്നതും കൊണ്ട് ചിലത് നേരെയുള്ള തണ്ടുകളുണ്ടാവും, മറ്റത് കുറച്ച് വളഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ഏകദേശം ഒരു കണക്ക് നോക്കിയിട്ട് 3 ലെയറാക്കി തിരിച്ചിരിക്കുകയാണ്. ബോൺസായി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഈ ഒരു ബോൺസായി ചെടിക്കുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് കുറച്ച് ചകിരിച്ചോറും കുറച്ച് മണലും അതുപോലെ കുറച്ച് മണ്ണുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പം ചാണകപ്പൊടി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് 3 മാത്രം ആയിട്ട് എടുത്തത്. പിന്നെ ഈ ഒരു 3 ലെയറിങ് നമ്മൾ ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ട് അതിനൊന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഇലകളൊക്കെ നമ്മളൊന്ന് മാറ്റണം. അതായത് ഈ തണ്ടിൽ വരുന്ന ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ പറിച്ച് മാറ്റാവുന്നതാണ്. 3 ലെയറും നമ്മൾ അലൂമിനിയം കമ്പി ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെമ്പ് കമ്പിയും ആവശ്യമാണ്. എൻ്റെ കയ്യിൽ ചെമ്പ് കമ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ നമുക്ക് വളയുന്ന ഒരു ടൈപ്പ് ഒരു പ്ലാസ്റ്റിക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഈ ചെമ്പ് കമ്പി നമുക്ക് ഈ വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഭാഗമാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ആക്രിക്കടകളിലൊക്കെ ചിലപ്പോൾ അത് കിട്ടും, അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്. എന്തായാലും കിട്ടിയ അലൂമിനിയം കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലൂമിനിയം കമ്പി ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇതിന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് താഴത്തെ തണ്ട് ഒരേപോലെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ 3 എണ്ണം ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഈ തണ്ടുകളിൽ വരുന്ന ചെറിയ ചെറിയ ഇലകൾ ഉണ്ടാവും, അതൊന്ന് കൈകൊണ്ടൊന്ന് പറിച്ച് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് മുകൾ ഭാഗത്ത് അങ്ങനെ തന്നെ ഇലകൾ ജസ്റ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് ആ മുകൾ ഭാഗവും ഒന്ന് ഒരേപോലെ ആക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മുകൾ ഭാഗത്ത് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതിയ ഇലകൾ അവിടെ മുളച്ച് വരുള്ളൂ. എന്നിട്ടാണ് പുതിയ ഫ്ലവർ അതിൽ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ 3 അങ്ങനെ ലെയർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം കുറച്ച് ചകിരിച്ചോറ്, അത് ട്രീറ്റ് ചെയ്ത കൊക്കോപിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബയോപിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊക്കോപിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോട്ടിൽ ഇപ്പോൾ കുറച്ച് മണ്ണ് അതിലുണ്ട്. ഞാൻ പഴയ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ ചട്ടി ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പരന്ന ടൈപ്പ് ചട്ടി എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇതേ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൽ ബോൺസായി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ചകിരിച്ചോറും കുറച്ച് മണലും, ഇതിപ്പോൾ പാറപ്പൊടിയുടെ മണലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പോട്ടിലേക്ക് നിറയ്ക്കുന്നു. ഇതിൽ നമുക്ക് ചാണകപ്പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ യൂസ് ചെയ്യാത്തത്. ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നീട് അത് ചാണകപ്പൊടി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചാണകപ്പൊടി ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ഞാൻ 10 മണി ചെടികളെ ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇത് 3 നമുക്കിതിൽ കൊള്ളിക്കണം. എൻ്റെ കയ്യിൽ ഈ ഒരു ചട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതിൽ തന്നെ വെച്ചത്. കുറച്ച് വലിയ പരന്ന ടൈപ്പ് നമ്മുടെ ബോൺസായി ഒക്കെ വെക്കാൻ പറ്റുന്ന ചട്ടികളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ 3 ലെയറും കൂടി നമ്മൾ എന്താക്കണം, ഒരുമിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ചെമ്പ് കമ്പിയാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലിപ്പം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ
ഒരു വള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ബ്രെഡിൻ്റെ കവറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുടുക്കിട്ട് വെച്ചിട്ട് തരും. അങ്ങനത്തെ ഒരു വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഇതും കൊണ്ടാണെങ്കിലും നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നൂല് ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ നൂല് ഉപയോഗിക്കുമ്പോൾ അധിക കാലം നിൽക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതിനാണ് ചെമ്പ് കമ്പി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തണ്ടുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ സൂക്ഷിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇനി ഏത് രീതിയിലേക്കാണോ നമ്മൾക്ക് ഇതിനെ ബോൺസായി ആക്കി വളർത്തേണ്ടത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെരിച്ചും ചാഞ്ഞും ഒക്കെ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും കാണാൻ. ഇപ്പം നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ഒന്ന് ചെരിച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് എക്സ്ട്രാ വരുന്ന തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. വേറൊന്നും ചെയ്യാനില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ ചെറിയ കല്ലുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഭംഗിയാക്കാവുന്നതാണ്. ഞാനിപ്പോൾ കിട്ടിയ കല്ലുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. മൊട്ടുള്ള ടൈപ്പ് 10 മണിച്ചെടിയാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വിരിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിപ്പോൾ ഞാൻ എത്ര ടൈം എടുക്കും ഈ ഒരു 10 മണിച്ചെടി വിരിയാനെന്ന് കരുതി ഇങ്ങനെ മുട്ടില്ലാത്ത ടൈപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലതാമസം എത്ര വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1 മാസം എടുക്കും ഇതൊന്ന് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഓരോ ലെയറും നമ്മൾ വ്യത്യസ്ത തരം പൂക്കളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൽ ഇലകളൊക്കെ വന്നു. അതിൻ്റെ ബാക്കി ഭാഗത്തുള്ള ഈ താഴെ ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ ഇലകളൊക്കെ നമുക്ക് അടർത്തി മാറ്റി കൊടുക്കാം. ഈ ഒരു 10 മണി ബോൺസായി ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.